ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്ന പോലെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഏകദേശം BC 600-500 മുമ്പ് ആര്യദ്രാവിഡ മുന്നേറ്റത്തിന്റെ ഭാഗമായി നടന്നിരുന്ന ബ്രാഹ്മണിക് മൂവ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം പടർന്നു പന്തലിച്ച ചാതുർവർണ്ണത്തിന്റെ പ്രത്യാഘാതങ്ങൾ മുഖേന ഇന്ത്യയിലെ ആകമാനമായിട്ട് അനാർക്കി പടർന്നു പിടിക്കുകയും അതുപോലെ തന്നെ ഇമ്മോറലിസം പടർന്നു പിടിക്കുകയും അങ്ങനെ ജനങ്ങളിൽ പൊതുവെ സംശയങ്ങളും അസന്തുഷ്ടിയും പല രീതിയിലുള്ള പ്രശ്നം പടർന്നു പിടിച്ചപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഈ കാലത്ത് തന്നെ ഈ ഏൻഷ്യൻ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്നായി പല രീതിയിലുള്ള ചിന്തകന്മാരും അതോ ദാർശനികന്മാരും ഇതിനോട് പ്രതികരിച്ച് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രതികരിച്ച് വന്നിരിക്കുന്ന ദാർശനികന്മാർ പൊതുവായിട്ട് ഇൻഡസ് വാലിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ മതത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതത്തിൻ്റെ ആത്മാവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ കാഴ്ചപ്പാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിയാക്ഷനിലേക്ക് അവർ വന്നിരുന്നത്. അങ്ങനെ ഇതിനോട് പ്രതികരിച്ച ഒന്നുണ്ട് പ്രധാനപ്പെട്ട ചിന്തകന്മാരാണ് നമ്മൾ പ്രധാനമായിട്ടും ചാർവാകന്മാരെന്നും സാഖ്യന്മാരെന്നും ബൗദ്ധന്മാരെന്നും അറിയപ്പെട്ടിരുന്നു. ഇവരുടെ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത് ഇവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ ഇന്ത്യയുടെ ഏൻഷ്യൻ ഇന്ത്യയുടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംസ്കാരത്തെയും ആത്മാവിനെയും ട്രഡീഷൻ്റെയും അതിൻ്റെ എനർജിയെയും സോഴ്സിനെയും എല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ഓരോ പുതിയ ദർശനങ്ങൾ മുന്നോട്ട് വന്നിരുന്നത്. ഇപ്പോൾ ചാർവാകന്മാരാണെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യയിലെ ഒരു മെറ്റീരിയലിസ്റ്റുകളായിരുന്നു. അതുപോലെ തന്നെ അവർ സോഷ്യലിസ്റ്റുകളുമായിരുന്നു. സോഷ്യലിസം എന്ന് പറയുന്നത് നമ്മളിന്ന് മോഡേൺ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ ഉദാഹരണം ഒരു മാക്സിയൻ സോഷ്യലിസം പോലുള്ള ഒരു സോഷ്യലിസമാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ മുഴുവനും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് ചാർവാകന്മാർ. ഈ ചാർവാകന്മാരുടെയും ദശാംഗ്യന്മാരുടെയും ദർശനവും അതിൻ്റെ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബൗദ്ധന്മാരുടെ ഒരു ദർശനത്തിൻ്റെ പ്രത്യേകത. ബൗദ്ധ ദർശനത്തിൽ നമുക്ക് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും ഈ ദാർശനിക പാരമ്പര്യത്തിൻ്റെ എല്ലാം പൂർണ്ണമായ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ബുദ്ധമതം ഭാരതത്തിൻ്റെ ആത്മാവും ഭാരതത്തിൻ്റെ സയൻസും അതിൻ്റെ പൊളിറ്റിക്സും സംസ്കാരവും മതവുമായിട്ട് എല്ലാം നമുക്ക് ദർശിക്കാവുന്നതാണ്. ഈ ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറഞ്ഞ ആര്യബ്രാഹ്മണ ട്രഡീഷൻ്റെ ഈ നെഗറ്റീവ് സൈഡിനെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധനെ പോലുള്ള ആളുകൾ ഇന്ത്യ മുഴുവനും അലഞ്ഞിരിഞ്ഞടക്കുകയും അദ്ദേഹത്തിൻ്റെ ദർശനം പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ യൂണിറ്റിയിലും ഹാർമണിയിലും ജീവിക്കണമെന്ന് തുടരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ആളാണ് ശ്രീബുദ്ധൻ. ബുദ്ധനെ പോലെ തന്നെ ബുദ്ധന് ശേഷം വന്ന ഏൻഷ്യൻ ഇന്ത്യ ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി ഇന്ത്യയിലുടനീളം ബുദ്ധൻ്റെ ദർശനങ്ങളും തത്വങ്ങളും അദ്ദേഹത്തിൻ്റെ കർമ്മസിദ്ധാന്തവും ധർമ്മസിദ്ധാന്തവും പ്രചരിപ്പിക്കുകയും അതേപോലെ തന്നെ ബുദ്ധനെ പോലെ തന്നെ ഈ ആര്യബ്രാഹ്മണ മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ട് അതെല്ലാം നിരോധിച്ചുകൊണ്ടും ആര്യബ്രാഹ്മണ പക്ഷം ചെയ്തിരുന്ന യാഗങ്ങളെയും യജ്ഞങ്ങളെയും നിരോധിക്കുകയും അത് ഇമ്മോറലാണെന്ന് പറയും, ദുരാചാരമാണെന്ന് പറയും, അങ്ങനെ ചാതുർവർണ്ണത്തെ നിരോധിക്കുകയും അങ്ങനെ ഇതെല്ലാം തടഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒരു യൂണിറ്റിയോടുകൂടി ഒരു ഏകമാനമായ ഒരു ഹാർമണിയോട് ജീവിക്കണമെന്ന് പറയുകയും അതിന് ഇന്ത്യയെ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്പെക്ട്രത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു അഖണ്ഡവും ഒരു ഐക്യതയുള്ള ഒരു നാടായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ചരിത്രത്തെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയ ഒരു ആളാണ് അശോക ചക്രവർത്തി. അങ്ങനെ BC കാലഘട്ടത്തിൽ ബുദ്ധിസ്റ്റ് മൗര്യൻ പീരീഡിൽ ഇന്ത്യയിൽ ഉടനീളം അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് വരെയും അതുപോലെ അല്ലെങ്കിൽ വടക്ക് മുതൽ തെക്ക് വരെയുള്ള അഖണ്ഡമായ ഭാരതത്തിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള ബ്രാഹ്മണിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ചാതുർവർണ്ണത്തെയും ശക്തമായിട്ട് അടിച്ചമർത്തുകയും യജ്ഞങ്ങളെയും യാഗങ്ങളെയും നിരാധിക്കുകയും ചാതുർവർണ്ണം പാടില്ല എന്ന് പറയുകയും ബ്രാഹ്മണിസം പാടില്ല എന്ന് പറയും, അങ്ങനെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ആര്യബ്രാഹ്മണ സംസ്കാരത്തെയും അതിൻ്റെ വൈദികമായ മതത്തെയും അതിൻ്റെ പാരമ്പര്യത്തെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു ശരിയായിട്ട് ഒരു റിപ്പബ്ലിക്കൻ മോഡലിലേക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് ഈ ബൗദ്ധ മൗര്യൻ പീരീഡ്. മൗര്യൻ പീരീഡിന് ശേഷവും AD ഇന്ത്യൻ എംപയേഴ്സ് ആയിരുന്ന കനിഷ്കന്റെ കാലഘട്ടത്തും പിന്നീട് 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഹർഷവർദ്ധന്റെ കാലത്തും ഇന്ത്യയിൽ ബുദ്ധമതത്തെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും ബൗദ്ധ ദർശനത്തിൻ്റെ അതിലെ കർമ്മസിദ്ധാന്തങ്ങൾക്കും അതിലെ ധർമ്മസിദ്ധാന്തങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലുടനീളം അത് പ്രവർത്തിക്കുന്നതിന് ഈ പിന്നീട് വന്നിരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ കിങ്ങുകൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ബൗദ്ധ മൗര്യൻ പീരീഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ്റ് ഭാരതീയ സംസ്കാരത്തിൻ്റെയും ദർശനത്തിൻ്റെയും ആകെ ഉള്ള
തുക അല്ലെങ്കിൽ ആകെയുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദർശനങ്ങളെല്ലാം ഈ സംസ്കാരം അല്ലെങ്കിൽ മതങ്ങളെല്ലാം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുടെ ചില പ്രത്യേകതകളാണ് അതിനെ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുകയും ജനങ്ങളെ ഒന്നിച്ചു നിർത്തുകയും ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണമായിരിക്കും. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്ന വളരെ ശക്തമായ നാച്ചുറലിസം ആണെന്ന്, പിന്നെ റാഷണൽ സയന്റിഫിക് അപ്രോച്ച് മറ്റൊന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള ഒരു എൻവയോൺമെന്റലിസം, ഇക്കോളജി, അതിൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് സമൂഹത്തിന്റെ, അതിൽ ഓവറോളായിട്ട് നമുക്ക് കാണുന്ന ഈ ദർശനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു റിപ്പബ്ലിക്കൻ, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ കാഴ്ചപ്പാട്, ഈ ദർശനത്തിന്റെ എല്ലാം പൊതുവായ ഒരു ലക്ഷണങ്ങളും കാഴ്ചപ്പാടുമാണ്. നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇന്ത്യയിലെ ഏൻഷ്യൻ ഇന്ത്യയിൽ ചാർവാക മതത്തിന്റെയും സാഖ്യമതത്തിന്റെയും ബൗദ്ധമതത്തിന്റെയും അതിന്റെ ബൗദ്ധികമായ പ്രേരണയാലും ബൗദ്ധികമായ അതിന്റെ ദർശനത്തിന്റെ ഫലമായും അതുപോലെ അശോകന്റെ ഭരണത്തിന്റെ ഫലമായും അടിച്ചമർത്തപ്പെട്ട ആര്യ ബ്രാഹ്മണന്മാർ ചിന്നിച്ചിതറിപ്പോവുകയും തൽക്കാലത്തേക്ക് അതിന്റെ യാഗങ്ങളും അല്ലെങ്കിൽ യജ്ഞങ്ങളും നിർത്തലാക്കുകയും ചാതുർവർണ്ണ പ്രവർത്തികൾ ക്ഷണികമായി അഥവാ തൽക്കാലത്തേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ ബൗദ്ധ മൗര്യൻ പീരീഡിന് ശേഷം പിന്നീട് വന്ന കിങ്ങൾ അഥവാ ഭരണാധികാരികൾ, ഉദാഹരണത്തിന് BC 150 കൂടി വന്നിരുന്ന സുഗ ഡൈനാസ്റ്റിയിൽ അതിലെ പ്രധാനപ്പെട്ട പുഷ്യമിത്ര ശുംഗൻ, പിന്നീട് വന്നിരിക്കുന്ന ഒരു ബീഹാർ ആൻഡ് ബംഗാൾ ഭരിച്ചിരുന്ന ശശാങ്കൻ, അതല്ല AD ഇതിൽ 500-600 വർഷക്കാലം നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഗുപ്ത ഡൈനാസ്റ്റി, ഇവരുടെ എല്ലാം കാലം എന്നുണ്ടെങ്കിൽ മൗര്യന്മാരെ അപേക്ഷിച്ച് ഈ പറയുന്ന ആര്യബ്രാഹ്മണ ട്രഡീഷന് അനുകൂലമായിട്ടാണ് ഇവർ വർക്ക് ചെയ്തത്. ഇവരുടെ കാലത്ത് ആര്യബ്രാഹ്മണമതം വീണ്ടും വളരെ ശക്തമായിട്ട് ഉയർന്നെഴുന്നേൽക്കുകയും ഈ ആര്യബ്രാഹ്മണ മതത്തിന്റെ കോർഡിനേഷനും അതിന്റെ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന പുഷ്യമിത്രനും ശശാങ്കനും ഗുപ്തന്മാരും അകമഴിഞ്ഞ് സഹായിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഈ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഗുപ്തന്മാരുടെ കാലഘട്ടത്ത് ഇന്ത്യയിലെ ആകമാനം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ആകമാനം നിറഞ്ഞു നിന്ന രീതിയിൽ കളക്റ്റീവായിട്ട് എങ്ങനെയെങ്കിലും ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഔട്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഇവർ ആകെ കളക്റ്റീവായിട്ട് പല രീതിയിലുള്ള പല മെത്തേഡും പല ടെക്നിക്സും പല അപ്രോച്ചിലൂടെ ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുന്നതും എന്നേക്കുമായി കെട്ടുകെട്ടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഈ കാലത്തോടുകൂടി ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ബൗദ്ധന്മാർ അഥവാ ആര്യബ്രാഹ്മണ മതത്തെ എതിർത്തിരുന്ന ബൗദ്ധന്മാരെ ഒന്നിടന്നും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വരികയും ബൗദ്ധന്മാരെ ഇന്ത്യയിലെ പ്രാക്ടിക്കലായിട്ട് ഔട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പാഠശാലകൾ നശിപ്പിച്ചു കളയും, അവരുടെ വ്യവഹാരങ്ങൾ നശിപ്പിച്ചു കളയും, അവരുടെ വികാരങ്ങൾ നശിപ്പിച്ചു കളയും, അതുപോലെ തന്നെ അവരുടെ ലിറ്ററേച്ചർ കത്തിച്ചു കളയും, ബുദ്ധന്മാരെ കൂട്ടത്തോടെ നടുകെടുത്തുകയും അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മളെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ബൗദ്ധ മൗര്യൻ പീരീഡിൽ ഇന്ത്യയിലുടനീളം വിദ്യാഭ്യാസത്തിന് ഒത്തിരി സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ തിരിച്ചറിവിനും അവരുടെ എൻലൈറ്റ്മെന്റിനും അവരെ എല്ലാ രീതിയിലുള്ള പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന പ്രത്യേകിച്ച് അശോകന്റെ കാലത്ത് ഇന്ത്യയിലുടനീളം ഏകദേശം 25ഓളം സർവകലാശാലകൾ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നു. അതുപോലെ വെറ്ററിനറി സ്ഥാപിച്ചിരുന്നു. അതുപോലെ പല രീതിയിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഓഫീസുകളും സ്ഥാപിച്ചിരുന്ന കാലഘട്ടമാണ് ഈ ബൗദ്ധ മൗര്യൻ പീരീഡ്. അങ്ങനെ അന്ന് സ്ഥാപിച്ചിരുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും പിന്നീട് വന്നിരുന്ന പുഷ്യമിത്രന്റെ കാലത്തും ശശാങ്കന്റെ കാലത്തും ഗുപ്തന്മാരുടെ കാലത്തും കംപ്ലീറ്റ് നശിപ്പിക്കുകയും ജനങ്ങൾക്ക് കിട്ടിയിരുന്ന വിദ്യാഭ്യാസം ഇല്ലാതാക്കുകയും ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ജീവശൈലികൾ ഇല്ലാതാവുകയും അവരുടെ ഫ്രീഡവും അവരുടെ അവകാശങ്ങളും ഇല്ലാതാവുകയും കംപ്ലീറ്റ് നിഷേധിക്കുകയും ചെയ്തു ഈ പറയുന്ന ഗുപ്തന്മാരുടെ കാലമായപ്പോൾ. അപ്പോൾ ഈ ബൗദ്ധന്മാരെ ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടാക്കുന്നതിന്, പൂർണ്ണമായും അവരെ വേരോടെ പിഴുത് ഔട്ടാക്കുന്നതിന് ഭാഗമായിട്ട് ഈ ആര്യ ബ്രാഹ്മണ ട്രഡീഷനിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന റൂളേഴ്സിന്റെ സഹായത്തോടുകൂടി പല പല നടപടികളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അത് ആ പല പല നടപടികളുടെ ഭാഗമായിട്ട് ചില ഒന്ന് സൈദ്ധാന്തികമായ ചില ഇടപെടലാണ് ഒന്ന് നടത്തിയിരിക്കുന്നത്. സൈദ്ധാന്തികമായ നടപടികളുടെ ഭാഗമായിട്ട് വേദാന്തത്തിന്റെ നിർമ്മാണം, വേദാന്ത ഭാഷ്യത്തിന്റെ നിർമ്മാണങ്ങൾ, ഈ കാലഘട്ടത്താണ് ഉപനിഷത്തുകളുടെ നിർമ്മാണങ്ങൾ, ഗീതയുടെ നിർമ്മാണം, ബ്രഹ്മസൂത്രത്തിന്റെ നിർമ്മാണം, ഇതിന് ഭാഷ്യം കൊടുക്കുന്നതുമായിട്ടുള്ള ശങ്കരാചാര്യന്മാരുടെ ഓൾ ഇന്ത്യ ലെവലിൽ 40-44 ശങ്കരാചാര്യന്മാരുടെ വരെ ഇവരുടെ കളക്റ്റീവായിട്ടുള്ള മൂവ്മെന്റ് ഫലമാണ് ഇന്ത്യയിൽ വേദാന്തം എന്ന് പറയുന്ന സൈദ്ധാന്തികമായ ഒരു നടപടിക്രമം ബൗദ്ധന്മാർക്കെതിരെ എടുക്കുന്നത്. പിന്നീട് വരുന്നുണ്ടെങ്കിൽ പിന്നെ പുരാണങ്ങളുടെ നിർമ്മാണം. ഈ പുരാണങ്ങളെ എന്ന് പറയുന്നതിൽ മെയിൻ പുരാണങ്ങളും ഉപപുരാണങ്ങളെല്ലാം കൂടി 48 പുരാണങ്ങളോടുണ്ട്. ഈ പുരാണങ്ങളുടെ എല്ലാം നിർമ്മിതി ഈ പറയുന്ന ഏകദേശം ഈ പുഷ്യമിത്രന്റെയും ശശാങ്കന്റെയും ഗുപ്തന്മാരുടെയും കാലത്താണ്.
ഈ പുരാണങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ഇന്ത്യക്കാരായ അസുരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനും കൊന്നൊടുക്കുന്നതിനും വേണ്ടി ആര്യന്മാരും അല്ലെങ്കിൽ ദേവന്മാരും ഭൂമിയിൽ അവതരിക്കുന്ന അവതാരകഥകളാണ്. അത് മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരാണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ആര്യദ്രാവിഡ യുദ്ധങ്ങളും അല്ലെങ്കിൽ ദേവാസുര യുദ്ധങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അങ്ങനെ അവരെ മതപരമായിട്ടുള്ള ഇങ്ങനെ ഒരു ഫിക്ഷണൽ റൈറ്റിങ്ങിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. മറ്റൊന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദേവാസുര യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ ആര്യദ്രാവിഡ യുദ്ധത്തിലും ഉണ്ടായിരിക്കുന്ന ദേവന്മാരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വെച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഗ്രഹ നിർമ്മാണങ്ങളും ക്ഷേത്ര നിർമ്മാണങ്ങളുമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അന്നും ഈ പറയുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ബ്രാഹ്മണിക് ക്ഷേത്രങ്ങളിലെല്ലാം കാണുന്നത് വിഗ്രഹാരാധനയും അതുവെച്ചുള്ള ആരാധനയുമാണ്. ഈ വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് വിഗ്രഹങ്ങളിലേക്ക് നമ്മൾ ആവാഹിക്കുന്നത് നമ്മൾ കാണുന്ന പുരാണങ്ങളിൽ കാണുന്ന ദൈവങ്ങളെയും ഹീറോസിനെയും ബ്രാഹ്മണരെയും അതുപോലെ തന്നെ ആര്യന്മാരുടെ കഥാപാത്രങ്ങളാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് വിഗ്രഹങ്ങൾക്ക് ആവാഹിക്കുന്നതും നമ്മൾ ഈ പറയുന്ന നടപടിക്രമങ്ങളെല്ലാം ഈ വേദാന്തത്തിൻ്റെ നിർമ്മാണവും അതുപോലെ പുരാണങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ വിഗ്രഹാരാധനയും ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും ആചാരങ്ങളെല്ലാം തന്നെ ഇത് ചെയ്തിരുന്നത് എല്ലാവരും ഇത് ബ്രാഹ്മണരെ സേവിക്കുന്നതിന് വേണ്ടിയും ബ്രാഹ്മണർ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ്. അതുമല്ല അതുവഴി ബ്രാഹ്മണിസത്തിൻ്റെയും ആര്യബ്രാഹ്മണ സംസ്കാരത്തെയും മതത്തെയും ഇന്ത്യയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആകെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ സ്വന്തമായിട്ട് അവരുടെ തദ്ദേശീയമായ അവരുടെ ഈ നാടിൻ്റെതായ അവരനുഭവിച്ചു വന്ന അവകാശങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിലേക്കും അവരുടെ വിദ്യാഭ്യാസം തകരുന്നതിലേക്കും അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്കും അവരുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെടുന്നതിലേക്കും അതുവഴി സമൂഹത്തിലുണ്ടാകുന്ന പുരോഗതി അല്ലെങ്കിൽ വളർച്ച വെൽഫെയർ എല്ലാം നഷ്ടപ്പെട്ട് സമൂഹം മൊത്തത്തിലുള്ള ഒരു അന്ധകാരത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മേൽപ്പറഞ്ഞ ബുദ്ധമതത്തിനുള്ള എതിരെയുള്ള നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്, ഈ എപ്പിസോഡ് ഡീൽ ചെയ്യാൻ പോകുന്നത് വേദാന്തത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബുദ്ധമതത്തിനെതിരെ വേദാന്തത്തിൻ്റെ ഒരു നിർമ്മിതിയും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഇഫക്റ്റും എല്ലാം തീരുമാനിച്ച് വേദാന്തത്തിൻ്റെ നിർമ്മിതിയും അത് എത്രമാത്രം എങ്ങനെ എന്നുള്ള കാര്യത്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേദാന്ത പദ്ധതിയുമായിട്ട് അനേക ഗ്രന്ഥങ്ങൾ അനേകം ലിറ്ററേച്ചറൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഉപനിഷത്ത് പോലുള്ള ലിറ്ററേച്ചർ ഏകദേശം 108ഓളം ഉപനിഷത്തുകൾ ഇന്ത്യയിലെ ആകമാനം വേദാന്തത്തിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത ഈ കാലഘട്ടത്താണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അതുപോലെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൻ്റെ ക്രിയേഷനും AD-യിലാണ് നിർമ്മിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ ഈ പറയുന്ന വേദാന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന വേദാന്ത സാഹിത്യങ്ങൾക്ക് പിന്നീട് ഭാഷ്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. എല്ലാത്തിനും ഭാഷ്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഭാഷ്യങ്ങൾ പ്രധാനമായിട്ടും ശങ്കരാചാര്യർ ഭാഷ്യങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ശങ്കരാചാര്യ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശങ്കരനല്ല, അനേകം ശങ്കരന്മാരുണ്ട്. അങ്ങനെ വേദാന്ത ലിറ്ററേച്ചറിൻ്റെ ഒരു നിർമ്മിതിയാണ് നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കാൻ പോകുന്നത്. ഈ വേദാന്ത നിർമ്മിതിയും വേദാന്തത്തിന് കൊടുത്തിരിക്കുന്ന ഭാഷ്യങ്ങളെല്ലാം പിന്നെ ശങ്കരന്മാരുടെ മറ്റ് ഉപകൃതികളെല്ലാം പ്രധാനമായും ബുദ്ധമതത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. ഈ ബുദ്ധമതത്തെ അറ്റാക്ക് ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഇതൊരു കോൺസ്പിറൻസി തിയറി അനുസരിച്ചാണ് ഈ വേദാന്തവും അതിൻ്റെ ലിറ്ററേച്ചറും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് കോൺസ്പിറൻസി തിയറി? ഈ കോൺസ്പിറൻസി എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തെ അതിനെ ട്രാൻസെൻഡൽ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ട്രാൻസെൻഡൽ അറ്റാക്കിലൂടെ ട്രാൻസെൻഡൽ മെത്തേഡ് ഉപയോഗിച്ച് ബുദ്ധമതത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് വേദാന്ത മതത്തിൻ്റെ ഉദ്ദേശം. അതായത് ബുദ്ധമതത്തിനകത്ത് അതിൻ്റെ ശക്തിയായിരിക്കുന്ന അതിനകത്ത് ഈശ്വര വിശ്വാസികൾ അനേകമുണ്ട് ബുദ്ധമതത്തിനകത്ത്. അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെതായ തനതായ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ബുദ്ധമതം നന്മയുടെ ഒരു മതമാണ്. അത് ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നന്മയുടെയും അല്ലെങ്കിൽ പ്രകൃതി മുഴുവൻ പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള ഒരു യൂണിയൻ ഒരു ഹാർമണിയുടെ മതമാണ് ബുദ്ധമതം. അതിനകത്ത് ശക്തമായ നാച്ചുറലിസം ഉണ്ട്, ശക്തമായ എൻവയോൺമെന്റലിസം ഉണ്ട്, ഇക്കോളജി ഉണ്ട്, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസമുള്ളവരുണ്ട്, നന്മയുള്ളവരുണ്ട്. ഇവരെല്ലാം തകർത്തടിച്ച് അതിൽ നിന്ന് ഈ പറയുന്ന സങ്കല്പങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് പറ്റിയ രീതിയിൽ അതിനെ ട്രാൻസെൻഡലായിട്ട് അറ്റാക്ക് ചെയ്ത് ബുദ്ധമതത്തെ വീക്കാക്കി മാറ്റുക, തകർക്കുക എന്നുള്ളതാണ് ഈ വേദാന്ത മതത്തിൻ്റെ ഉദ്ദേശം. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന ചർച്ചാ വിഷയം തന്നെ ഈശ്വര സങ്കല്പം, പരബ്രഹ്മ സങ്കല്പം, ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ പരമാത്മ സങ്കല്പം, ഇതെല്ലാം ഈശ്വര സങ്കല്പങ്ങളാണ്. ഈ ഈശ്വര സങ്കല്പങ്ങൾ ഉപനിഷത്തിലും അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിലും അല്ലെങ്കിൽ ഗീതയിലും
അല്ലെങ്കിൽ ഭാഷകളെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഒരു അതീന്ദ്രിയമായ ഒരു ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഐഡിയ ആയിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ട്രാൻസെൻഡന്റൽ ഐഡിയയുടെ എക്സ്പാൻഷൻ ആൻഡ് എക്സസൈസിലൂടെ ബുദ്ധമതത്തെ അറ്റാക്ക് ചെയ്യും. ബുദ്ധമതത്തിന്റെ ഈ പറയുന്ന അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ ജീവ സംസ്കാരത്തിൻ്റെ അതിൻ്റെ സോളിനെ, അതിൻ്റെ ആധ്യാത്മികത നശിപ്പിച്ചുകൊണ്ട് ബുദ്ധമതത്തെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഈ വേദാന്തത്തിൻ്റെ കോൺസ്പിറൻസി തിയറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാഴ്ചപ്പാട്. അതിനകത്ത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റിലൂടെയാണ് അതിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ കോൺസ്പിറൻസി തിയറി. അല്ല, ഒന്ന്, ബുദ്ധമതത്തിനകത്തുള്ള ഈശ്വര വിശ്വാസികളെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതിൽ അടിച്ചു മാറ്റിക്കൊണ്ട് ഈശ്വര സംബന്ധമായ സങ്കല്പത്തിലൂടെയുള്ള ഇടപെടൽ നിർത്തലാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വേദാന്തികൾ അല്ലെങ്കിൽ വേദാന്തത്തിലെ സൈദ്ധാന്തികന്മാർ വളരെ ശക്തമായ രീതിയിൽ ഈശ്വര സങ്കല്പമുള്ള വേദാന്തത്തെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ വേദാന്തത്തിൽ നമ്മൾ കാണുന്ന ഈശ്വരൻ സാധാരണ ഈശ്വരനല്ല. നമ്മൾ മറ്റ് മതങ്ങളിൽ കാണുന്ന, ക്രിസ്തു മതത്തിൽ കാണുന്ന ഈശ്വരനോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ കാണുന്ന ഈശ്വരനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബുദ്ധമതത്തിലുള്ള മറ്റ് ഈശ്വര സങ്കല്പങ്ങളല്ല. അത് വേദാന്ത മതത്തിലെ സങ്കല്പം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കാണുന്ന വേദിക് കാലഘട്ടങ്ങളിൽ, ഉദാഹരണം പുരുഷ സൂക്തത്തിനകത്ത് നമ്മൾ കാണുന്ന ഈശ്വര സങ്കല്പം, മഹാബ്രാഹ്മണൻ എന്ന് പറഞ്ഞ സങ്കല്പം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പുരുഷ എന്ന് പറയുന്ന സങ്കല്പം, അതുപോലെ സ്വരാഷ്ട്രീയന്മാരുമായിട്ട് ലയിച്ച് നീങ്ങുന്നത് കൊണ്ട് സ്വരാഷ്ട്രീയന്മാരുടെ സങ്കല്പമായിരിക്കുന്ന ആഹൂരമസ്തായി എന്നൊരു സങ്കല്പം. ഈ ആഹൂരമസ്തായി എന്ന് പറയുന്നത് ട്രാൻസെൻഡൽ ഗോഡാണ് സ്വരാഷ്ട്രീയന്മാരുടെ. ഈ സ്വരാഷ്ട്രീയന്മാരുടെ ട്രാൻസെൻഡൽ ഗോഡിലായിരിക്കുന്ന ഈ സങ്കല്പത്തെ ലയിപ്പിച്ചുകൊണ്ട്, അതായത് മഹാബ്രാഹ്മണ സങ്കല്പവും യൂണിവേഴ്സൽ പുരുഷ എന്ന സങ്കല്പവും ആഹൂരമസ്ത എന്ന് പറയുന്ന എന്ന സങ്കല്പങ്ങളെ, ഇതെല്ലാം ദൈവസങ്കല്പങ്ങളാണ്. ഈ ദൈവസങ്കല്പങ്ങളെല്ലാം ലയിപ്പിച്ചുകൊണ്ട് വളരെ വിസ്തൃതമായ രീതി, വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഈ ഐഡിയയിൽ എക്സസൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഉപനിഷത്തിനകത്തും വേദാന്ത പദ്ധതിയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഈശ്വരന്റെ സങ്കല്പത്തെ വളരെ എക്സ്റ്റൻസീവായിട്ട്, വളരെ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ മെത്തഡിക്കലായിട്ടും എക്സസ് ചെയ്ത് അത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന അനാദിയും അനന്തവുമായിട്ടുള്ള ഒരു ശക്തിയാണെന്നും, അതൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ശക്തിയാണെന്നും, അനന്തമായ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ശക്തിയാണെന്നും, സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണെന്നും കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഈശ്വരസങ്കല്പമാണ് ഈ ഉപനിഷത്തിനകത്ത് മറ്റ് വേദാന്ത ടെക്സ്റ്റുകളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ആര് കണ്ടാലും ആശ്ചര്യപ്പെടുന്ന, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന, ആര് കണ്ടാലും ലയിച്ചു ചേരുന്ന രീതിയിലുള്ള ഈശ്വരസങ്കല്പമാണ് ഈ ഉപനിഷത്തിനകത്തും വേദാന്ത പദ്ധതിയിലും നമ്മൾ കാണുന്നത്. അങ്ങനെ ഈശ്വരനെ കുറിച്ചുള്ള ഈ പദ്ധതിയിലേക്ക് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് അതിനകത്തുള്ള യുവജനങ്ങളെ, അതിലെ വിദ്യാസമ്പന്നരെ, അതിലെ മേൽത്തട്ടുകാരെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ശക്തരായവരെ എല്ലാവരെയും, അല്ലെങ്കിൽ സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും അതിലേക്ക് ലയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഈശ്വര സങ്കല്പം വർക്ക് ചെയ്യുന്നത്. ഇതുവഴി എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ ആളുകളെയും, പ്രത്യേകിച്ച് ബുദ്ധമതത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെയും ഈ ഈശ്വര സങ്കല്പമായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളുള്ള, ആശകളുള്ള എല്ലാവരെയും അടിച്ചു മാറ്റി ഈ വേദാന്ത പദ്ധതിയിലേക്ക് ലയിപ്പിക്കുകയും അങ്ങനെ ക്രമേണ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ ബുദ്ധമതത്തിനകത്തുള്ള ഈശ്വരപരമായ കാഴ്ചപ്പാടിലുള്ള അതിൻ്റെ ശക്തി നശിപ്പിക്കുകയും അങ്ങനെ കലാന്തരത്തിൽ ബുദ്ധമതം ക്ഷയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിനുള്ള ഒരു കാരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ബുദ്ധമതത്തെ അറ്റാക്ക് ചെയ്യുന്നുള്ള മറ്റൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധമതം ഇന്ത്യയിലുടനീളം ഏൻഷ്യൻ്റ് കാലം മുതൽ ഈ അടുത്ത കാലം വരെ അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെങ്ങാനും അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ഒരു ബുദ്ധമത ഒരു നന്മയുടെ മതമായിട്ടാണ് കാണുന്നത്. അതായത് വ്യക്തിക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും അതിലൊരു നന്മയുടെ മതം കാണുന്നു. ചില പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ ബുദ്ധമതം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വെൽഫെയർ, അതിൻ്റെ പുരോഗതി, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൽ എല്ലാ രീതിയിലും ബുദ്ധമതം നന്മയുടെ മതമായിട്ടാണ് കാണുന്നത്. ഈ നന്മയുടെ മതത്തെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ നന്മാ സങ്കല്പത്തെ മറികടന്നുകൊണ്ട് ഈ ബുദ്ധമതത്തിലെ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും അതിനും വലിയൊരു സങ്കല്പത്തെ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ വേദാന്ത മതം മുന്നോട്ട് വയ്ക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊക്കെ അതിനപ്പുറത്ത് വേദാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ വേദാന്ത പദ്ധതി പറയുന്നത് പോലെ അതിൻ്റെ ടെക്നിക്സും മെത്തേഡും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും അനുസരിച്ച് വേദാന്തത്തെ അക്സെപ്റ്റ് ചെയ്യുകയും വേദാന്തത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മോക്ഷപദത്തെ പ്രാപിക്കാൻ പറ്റും എന്നുള്ള സങ്കല്പമാണ് വേദാന്ത മതം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മോക്ഷപദം എന്ന് പറയുന്ന അവരുടെ അവകാശങ്ങളനുസരിച്ച് അത് പരംപുരുഷനായ അല്ലെങ്കിൽ പരബ്രഹ്മമായ, അല്ലെങ്കിൽ ഈശ്വരനായ, പരമാത്മാവായ ഈശ്വരനായിട്ട് ലയിച്ച്, സച്ചിദാനന്ദത്തിൽ ലയിച്ച് നമ്മുടെ എല്ലാവരുടെയും ആത്മാവ്, ഒരു വ്യക്തിയുടെ ആത്മാവ് അത് പരിപൂർണമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും അങ്ങനെ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നന്മയുടെ കാഴ്ചപ്പാടാണ് വേദാന്ത മതം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാഴ്ചപ്പാട്, ഈ നന്മയുടെ, ഈ മോക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടും മറ്റു രീതിയിലുള്ള വേൾഡ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗിക തലത്തിനകത്തുള്ള നന്മയെക്കാളും അല്ലെങ്കിൽ
കാഴ്ചപ്പാടിനൊക്കെ ഉദാത്തവും അതിൽ കുലീനവും അതുപോലെയുണ്ടെങ്കിൽ എന്താണ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള ഒരു 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 സങ്കല്പത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വേദാന്ത മതത്തിലേക്ക് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയും അല്ലെങ്കിൽ ബുദ്ധമതത്തിലെയും ആളുകളെ ക്രമേണ ആകർഷിക്കുന്നതിനും എല്ലാവരും ബുദ്ധമതത്തിലേക്ക് നിന്ന് വേദാന്ത മതത്തിലേക്ക് ലയിച്ചു ചേരുന്നതിനുള്ള കാരണമുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അതുപോലെ തന്നെ തിരിച്ചറിവുള്ള ആളുകൾ എല്ലാവരെയും നൂറ്റാണ്ടുകളായിട്ട് വേദാന്ത മതത്തിലേക്ക് ആകർഷിച്ച് ബുദ്ധമതത്തെ ക്രമേണ ദുർബലമാക്കുകയും അങ്ങനെ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് എന്താ അപ്രത്യക്ഷമാകുന്നുള്ള കാരണമായി തീരുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ വളരെ കുലീനവും ഉദാത്തവും ഉയരത്തിലുള്ള പെർഫെക്റ്റുമായിട്ടുള്ള ഈ മോക്ഷസങ്കല്പം ഈ മോക്ഷസങ്കല്പത്തിലേക്ക് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ബുദ്ധമതത്തെ ദുർബലമാക്കുകയും ഔട്ടാക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതികൾ കോൺസ്പെറൻസി വളരെ ശക്തമായി എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഈ വേദാന്ത മതം അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയുന്ന സൈദ്ധാന്തികമായ മതം ഒരു കാരണവശാലും വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ നന്മയിലോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ നന്മയിലോ ഉയർച്ചയിലോ വെൽഫെയറിലോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ക്ഷേമത്തിലോ ഐശ്വര്യത്തിലോ യാതൊരു രീതിയിലുള്ള താല്പര്യങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കാരണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വേദാന്ത മതം അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും ലക്ഷണവും കൂടിയ ഈ വേദാന്ത മതം എപ്പോഴും ആര്യ ബ്രാഹ്മണ ട്രഡീഷന്റെ ചാതുർവർണ്ണത്തിന്റെ ഫ്രെയിമിലൂടെ അല്ലെങ്കിൽ ബ്രാഹ്മണിക് ഫ്രെയിമിലൂടെയാണ് ഈ വേദാന്ത മതം എപ്പോഴും വർക്ക് ചെയ്യുകയും എപ്പോഴും എക്സ്പ്രസ് ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേദാന്ത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അദ്വൈത വേദാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള മറ്റൊരു സങ്കല്പം എന്നുണ്ടെങ്കിൽ മായാവാദമാണ്, അഥവാ ഇല്യൂഷൻ തിയറിയാണ്. ഈ മായാവാദം അനുസരിച്ച് പറയുന്നത് വേദാന്ത പദ്ധതിയിൽ ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ ഈശ്വരനെ വേദാന്ത പദ്ധതിയിൽ ബ്രഹ്മം അഥവാ പരമാത്മാവ് പരബ്രഹ്മം എന്നാണ് പറയുന്നത്. ഈ പദ്ധതിയിൽ പരബ്രഹ്മം വായിക്കുന്ന സാക്ഷാത് ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. നമ്മൾ കാണുന്ന പ്രകൃതി മുഴുവൻ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും നമ്മൾ കാണുന്ന അനുഭവിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ മായയാണ്. ഇതൊരു മിഥ്യയാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഈ സ്പേസും ടൈമും കോസാലിറ്റിയുമുള്ള ഈ ലോകം ഒരു മായയാണ്. യഥാർത്ഥത്തിൽ ഈ ലോകം ഉള്ളതല്ല. അങ്ങനെ ഇല്ലാത്തൊരു ലോകത്താണ് നമ്മളെപ്പോഴും ഈ ലോകം ഉണ്ട് എന്ന് കരുതി നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത ലോകത്തെ ഉണ്ട് എന്ന് കരുതി ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് പറയുന്ന ഈ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ഈ ലോകം ഇല്ലാത്തതാണെന്നുള്ളതാണ്. ഈ ലോകം ഒരു മിഥ്യയാണെന്നുള്ളത്. അപ്പൊ ഈ ലോകം മിഥ്യയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ കാണുന്ന വസ്തുക്കൾക്ക് ജീവനോ അല്ലെങ്കിൽ മീനിങ്ങോ അർത്ഥമോ അല്ലെങ്കിൽ അടിസ്ഥാനമൊന്നോ ഇല്ല എന്ന്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അനുഭവങ്ങളല്ല യഥാർത്ഥ അനുഭവം. നേരെ മറിച്ച് നമ്മൾ ഈശ്വരന്റെ തൃപാദങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധ തിരിച്ച് നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളെല്ലാം ശ്രദ്ധ തിരിച്ച് ഈശ്വരന്റെ തൃപാദങ്ങളിലേക്ക് ബ്രഹ്മത്തിന്റെ തൃപാദങ്ങളിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്ന് പരമപദമായ മോക്ഷത്തെ നമ്മൾ പ്രാപിക്കാൻ ശ്രമിക്കണമെന്നാണ് വേദാന്തം വീണ്ടും ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ വീണ്ടും ഉദ്ഘോഷിക്കുന്നതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള സാധാരണക്കാരും ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള നിരക്ഷരും വിദ്യാഭ്യാസമില്ലാത്തവരും അജ്ഞരുമായ ആളുകൾ ഈശ്വരവിശ്വാസികളും അല്ലെങ്കിൽ എല്ലാമായിരിക്കുന്ന ആളുകൾ ക്രമേണ വേദാന്തത്തിലേക്ക് ആകർഷകരാകുകയും അങ്ങനെ വേണം ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള സാധാരണ ജനങ്ങളും ബുദ്ധമതത്തിലുള്ള ആളുകളെല്ലാം വേദാന്തത്തിലേക്ക് ലയിക്കുകയും അങ്ങനെ മോക്ഷത്തെ ആഗ്രഹിച്ച് വേദാന്തത്തിന്റെ തോട് ചേർന്ന് അതിനെ ചേർന്ന് അതിലൂടെ ലയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ വേദാന്തവനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേദാന്ത മതത്തിലെ വേദാന്ത ഈശ്വര സങ്കല്പത്തിലൂടെയും വേദാന്തത്തിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരുന്ന മോക്ഷസങ്കല്പത്തിലൂടെയും വേദാന്തത്തിന്റെ മറ്റൊരു സിദ്ധാന്തമായിരുന്ന മായാ സിദ്ധാന്തത്തിലൂടെയും ഇന്ത്യയിലെ ജനങ്ങളെ പ്രത്യേകിച്ച് സാധാരണക്കാരെയും അജ്ഞരെയും അല്ലെങ്കിൽ നിരക്ഷരമായ ജനങ്ങളെയും പ്രത്യേകിച്ച് അവർ ഉദ്ദേശിച്ചിരുന്ന ബുദ്ധമതം വീക്കാക്കുന്നതിന് വേണ്ടി അതിലെ ഓരോ ജനങ്ങളെയും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഉണ്ട ആളുകളെയും നമ്മയിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളെയും എല്ലാവരെയും ആകർഷിച്ച് വേദാന്ത പദ്ധതിയിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെ ജനങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രായോഗിക ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാവരെ അകറ്റി മാറ്റി ജനങ്ങളുടെ പ്രാക്ടിക്കൽ റീസൺ, അവരുടെ സയന്റിഫിക് റീസൺ, അവരുടെ റാഷണൽ ആയിട്ടുള്ള പവർ, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട്, അത് നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചപ്പാട്, ഇങ്ങനെ മനുഷ്യന്റെ സ്വയസിദ്ധമായിട്ടുള്ള റീസന്റെ എല്ലാ കഴിവുകളെയും നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ക്രമേണ വേദാന്ത പദ്ധതിയിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ആകർഷിച്ച് ലയിപ്പിച്ച് നിർത്തുകയും ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിരുന്ന പോലെ
ആര്യബ്രാഹ്മണ സ്വരാഷ്ട്രീയ മൂവ്മെൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമായിട്ടും അതിൽ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന വേദാന്ത പദ്ധതി, പ്രത്യേകിച്ച് അദ്വൈത വേദാന്ത പദ്ധതിയായിട്ടും അതിലേക്ക് ഈ പറയുന്ന ജനങ്ങൾക്ക് വിധേയത്വം വരികയും ക്രമേണ അവരുടെ ജന്മസിദ്ധമായിട്ട് മനുഷ്യനുണ്ടായിരുന്ന അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട്, അവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാഴ്ചപ്പാട്, പ്രാക്ടിക്കൽ റീസൺ, സയൻറ്റിഫിക് റീസൺ, അവരുടെ ടെക്നിക്കൽ റീസൺ, അത് നാച്ചുറലായിട്ട് അവർക്കുണ്ടായിരുന്നത് അവർ ഡെവലപ്പ് ചെയ്തുമായിരിക്കുന്ന കഴിവുകളെല്ലാം ഇല്ലാതാക്കി അത് നശിച്ചുകൊണ്ട് ഈ ആര്യബ്രാഹ്മണ ചാതുർവർണ്ണ്യത്തിൻ്റെയും വേദാന്തത്തിലേക്കും വിധേയമായതിനാൽ ക്രമേണ ഇവർ ഈ പറയുന്ന എല്ലാവരും ക്രമേണ അന്ധകാരത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ആര്യബ്രാഹ്മണ സ്വരാഷ്ട്രീയ മൂവ്മെൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവർ നടത്തി വന്നിരിക്കുന്ന വേദാന്ത പദ്ധതിയുടെ ഭാഗമായിട്ട്, അതെന്നുണ്ടെങ്കിൽ പുരാണ നിർമ്മിതിയുടെ ഭാഗമായിട്ട്, വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് എല്ലാം കൂടി അതിലേക്ക് ജനങ്ങൾ ആകർഷകമാക്കപ്പെട്ട് ലയിച്ചു ചേർന്നതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒരു നിബിഡമായ അന്ധകാരത്തിലേക്ക് ലയിച്ചു നീരുന്നതും ഇന്ത്യൻ സമൂഹം പൊതുവെ ഈ അന്ധകാരം പടർന്നു പിടിക്കുന്നതും നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എ ഡി 4th സെഞ്ചുറി മുതൽ നമ്മൾ ഈ പറയുന്ന 1500 വർഷക്കാലമായിട്ട് ഇന്ത്യ മൊത്തത്തിൽ അന്ധകാരം പടർന്നു പിടിക്കുകയും മനുഷ്യൻ്റെ യുക്തിയും കഴിവുകളും ബോധങ്ങളും എല്ലാം നശിച്ച ഒരവസ്ഥയിലേക്ക് ഇന്ത്യ കുത്തുകയും ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ പറയുന്ന കഴിഞ്ഞ 1500 വർഷക്കാലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ അഥവാ ഇന്ത്യൻ ജനതയുടെ ആത്മാവിൽ വിട്ടത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന ആര്യബ്രാഹ്മണ ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗങ്ങളും സ്വരാഷ്ട്രീയ ഭാഗങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഈവിൾസുകളും എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യൻ സമൂഹം രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.